ചവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. UDF പറയുന്നത് പോലെ ഒരു വലിയ തരംഗം കേരളം ഒന്നാകെയില്ല. കേരളത്തിലുടനീളം ഒരു പോളിംഗ് വർധന കാണാൻ കഴിയില്ല, ഒരു ട്രെൻഡ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തരംഗമുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ അത്ര വലിയ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവിടെ നിൽക്കില്ല. മണ്ഡലങ്ങളിലും AP വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി AP എടുത്തിരിക്കുന്ന ഒരു നിലപാട് എനിക്ക് സ്റ്റേറ്റിൽ കാന്തപുരം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രാദേശിക നേതാക്കൾ നമുക്ക് തന്ന ബൈറ്റിൽ പറയുന്നത് LDF അനുകൂലമായ നിലപാട്. എങ്ങനെയാ പറഞ്ഞത്? നമ്മളെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കും എന്ന നിലപാടാണ് AP എടുത്തിരിക്കുന്നത്. അപ്പോൾ AP വിഭാഗത്തിലെ ഗണ്യമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് UDF കിട്ടിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. 5-6 മണ്ഡലങ്ങളിൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായിട്ട് പെട്ടിയിലെത്തിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ക്രിസ്ത്യൻ വോട്ടുകളും ആ രീതിയിൽ പൂർണ്ണമായും ഏകീകരിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതായിരുന്നു UDFന്റെ കോൺഫിഡൻസ്. കേരളത്തിൽ ഏകദേശം 50% വരുന്ന മൈനോറിറ്റി ക്രിസ്ത്യൻ, മൈനോറിറ്റി മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് പെട്ടിയിലാക്കിയാൽ പിന്നെ പരമ്പരാഗതമായി നിൽക്കുന്ന വോട്ടുകൾ കൂടി ചെയ്തുകൊണ്ട് 60% വോട്ട് ഞങ്ങളുടെ കയ്യിലായി. അപ്പോൾ 110 സീറ്റ് 100 സീറ്റ് വേണ്ടി വന്നാൽ 120 സീറ്റ് എന്നൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് അങ്ങനെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ആ കോൺഫിഡൻസ് ഇതാണ്. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറം ഒരു ഫാറ്റീഗാണ്, ഒരു മടുപ്പ് അവിടെയുണ്ട്. പക്ഷെ മടുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തി MLA-മാരുടെ ജനപ്രീതി അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. കൺസോളിഡേഷൻ ഒരു 80-90 സീറ്റുകളിലേക്ക് UDFനെ കൊണ്ടുപോകുന്ന രീതിയിൽ നടന്നിട്ടില്ല. ഭരണവിരുദ്ധ വികാരത്തിന്റെ ക്യാമ്പയിൻ ആവട്ടെ തകർന്നു പോകുന്ന കാഴ്ച കണ്ടത്. സ്ഥാനം ഉടനീളം സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രകടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ UDFന്റെ കണക്ക് വളരെ വളരെ അയഥാർത്ഥമാണ് എന്നുള്ളതാണ്. CPM-ൻ്റെത് കുറച്ചുകൂടി ഉള്ളതാണ്, കുറച്ചുകൂടി ഒരു അമിതമായിട്ടുള്ളൊരു കണക്കാണ്. 80 അല്ലെങ്കിൽ 75-80 എന്ന കണക്കിലും അപ്പുറത്തേക്ക് 90 എന്നാണ് CPS സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് പറയാൻ കഴിയില്ല. പക്ഷെ പിന്നെ നമ്മളെല്ലാവരും പറയാറുണ്ട്, മനോരാജ്യത്തിൽ അർത്ഥരാജ്യം എന്തിന് എന്നുള്ളതാണല്ലോ ചോദ്യം. ഉരുള വാങ്ങുന്നു, എണ്ണി മറുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാർ പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണം, എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. LDFന്റെ ക്യാമ്പയിൻ്റെ സ്ലോഗൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നായിരുന്നു. മറ്റാരുണ്ട് എന്നൊരു കോമയിട്ടിട്ട് LDF അല്ലാതെ എന്ന് വോട്ടിംഗ് മെഷീനിൽ തപ്പിയപ്പോഴാണ് കയ്യിലും UDFന്റെ ചിഹ്നങ്ങളിലും വോട്ട് പതിഞ്ഞത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പരിഹാസപരമായിട്ടുള്ള ഒരു തമാശ നിറഞ്ഞിരിക്കുന്ന ക്യാമ്പയിൻ. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് നോക്കുകയും അങ്ങനെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. ഈ കളി ഇനി അധികം മുന്നോട്ട് പോകില്ലടാ. ഇത് ഇവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇടതുമുന്നണിയെ തോൽപ്പിച്ചത്? CPM-നെ തോൽപ്പിച്ചതാരാണ്? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തോൽപ്പിച്ചതാരാണ്? തളിപ്പറമ്പിൽ TK ഗോവിന്ദന് 13,000 വോട്ട് കൊടുത്തത് ആരാണ്? 6 റൗണ്ട് വരെ മട്ടന്നൂരിൽ പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചതാരാണ്? ധർമ്മടത്ത്. മട്ടന്നൂരിൽ ഒരു ഘട്ടത്തിൽ 60,000-ൽ നിന്ന് താഴെ VK സനോജ് പിന്നിൽ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? എങ്ങനെയാണ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ 49,000-ന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 7,000-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് വന്നത്? ആരാണ് അവിടെ V കുഞ്ഞികൃഷ്ണൻ വോട്ട് കൊടുത്തത്? CPM-ന്റെ പാർട്ടി അംഗങ്ങളാണ്. തളിപ്പറമ്പിൽ ആരാണ് TK ഗോവിന്ദന് വോട്ട് കൊടുത്തത്? CPM-ന്റെ പാർട്ടി അംഗങ്ങൾ ഉണ്ടെന്നേ. കാരണം നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകണമെങ്കിൽ പാർട്ടിയുടെ അംഗത്വമുള്ളവർ അടക്കം, ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം, ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം പാർട്ടി വിധി എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ പാർട്ടിയിലെയും ഇടതുമുന്നണിയിലെയും നേതാക്കൾക്കും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കുമെതിരെയും നടത്തിയിരിക്കുന്ന ഒരു വിധിയെഴുത്താണ്. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ് എടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ. ഇല്ലെങ്കിൽ വൈക്കത്ത് തോക്കൂല, ഇരുവിപുരത്ത് തോക്കൂല, വാമനപുരത്ത് DK മുരളിയുടെ മണ്ഡലത്തിൽ പരാജയപ്പെടില്ല. അപ്പോൾ ഈ കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, ഇതൊരു തരത്തിലുള്ള ന്യൂനപക്ഷ ഏകീകരണം ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ച ഒന്നേയല്ല. അങ്ങനൊരു വ്യാഖ്യാനം ഇനി നിലനിൽക്കില്ല. 2, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ ആ വാദവും നിലനിൽക്കില്ല. ഇത് രണ്ടും വളരെ പ്രസക്തമാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് വിധികളും രാഷ്ട്രീയമായ സത്യമായിരിക്കാം, പക്ഷേ അത് രാഷ്ട്രീയമായി ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് രാഷ്ട്രീയമായി ശരിയായിരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ ആസാമിൽ സംഭവിച്ചത് ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതും ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും.
പുതുച്ചേരിയിൽ സംഭവിക്കുന്നതും എന്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതും ശരിയാണെന്ന് പറയേണ്ടി വരും. ചാത്തന്നൂരിലും നേമത്തും കഴക്കൂട്ടത്തും സംഭവിച്ചതും ശരിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പ് വിധികളും രാഷ്ട്രീയമായ ശരികളല്ല, പക്ഷെ രാഷ്ട്രീയമായ സത്യങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ മികച്ച രീതിയിൽ ഡെലിവറി നടത്തിയ ഒരു സർക്കാരായിരുന്നു രണ്ടാം പിണറായി സർക്കാർ. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അത്ര മെച്ചമായിരുന്നില്ല എന്നുള്ള വസ്തുതയും ഞാൻ അംഗീകരിക്കും. മക്കൾ രാഷ്ട്രീയമില്ലാതെ ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് ഉണ്ടാവുക? കോൺഗ്രസിന്റെ തന്നെ ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയം നിൽക്കുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സിലാണെന്നുള്ളതല്ലേ മോദിയുടെ വിമർശനം. അതവിടെ നിൽക്കട്ടെ. PMCയുടെ കാര്യത്തിൽ, PMC പദ്ധതിയുടെ കാര്യത്തിൽ സാങ്കേതികമായ ന്യായം പറയുമ്പോഴും അതുണ്ടാക്കുന്ന ആഘാതം എന്താണ്? മറുഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ 2021 നഷ്ടപ്പെട്ടു പോയത് തിരിച്ചുപിടിക്കാൻ വളരെ കൃത്യമായി സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന UDFന്റെ കയ്യിലേക്ക് ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെ കൊണ്ട് കൊടുത്തു. ആരെ? മുസ്ലിം ന്യൂനപക്ഷത്തെ കൊണ്ട് കൊടുത്തു. അവിടെ അതിനോടൊപ്പം ഏതൊക്കെ ടൂളുകൾ വന്നു? വെള്ളാപ്പള്ളി ഉപയോഗിച്ചു, മലപ്പുറം പരാമർശം ഉപയോഗിച്ചു, അതിനോടൊപ്പം PMC വരുന്നു, അതിനോടൊപ്പം ഈ പറയുന്ന ലേബർ കോഡ് വരുന്നു, തൃശ്ശൂർ പൂരം വരുന്നു. 5-6 ഫാക്ടറുകൾ വളരെ കൃത്യമായി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരാൻ UDFന് അവസരമൊരുക്കി കൊടുത്തു. ഈ വോട്ടുകൾ പോകാനുള്ള കാര്യം എന്താ? പാർട്ടി ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു തീരുമാനമെടുത്തു. പാർട്ടിയിൽ നിന്ന് ഗവൺമെന്റുമായിട്ടുള്ള ഇടപെടലുകളുടെ കാര്യത്തിൽ ഒരു ബൈഫർക്കേഷൻ അവിടെ ഉണ്ടായി. എങ്ങനെയാ? ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായ അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. പാർട്ടി നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ, അത് ജനപ്രതിനിധികൾക്ക് പോയിട്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പാർട്ടി ഗവൺമെന്റ് എന്നുള്ളത് 2 തട്ടിലായിട്ട് മാറുകയും പാർട്ടി ഗവൺമെന്റിനെ ന്യായീകരിക്കുന്ന മെഷീനറി ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളൊരു വലിയ അഭിപ്രായം പാർട്ടിയുടെ അണികൾക്കും നേതാക്കൾക്കും ഉണ്ട്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. 57 മുതൽ 87 വരെ 30 വർഷക്കാലം കേവലം 6 വർഷം മാത്രം അധികാരത്തിലിരിക്കുകയും 24 വർഷം അധികാരത്തിന് പുറത്തിരിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് വേട്ടയാടപ്പെടുകയും ചെയ്തൊരു പാർട്ടിക്ക് ഇതൊരു വലിയ വെല്ലുവിളിയേ അല്ല എന്നുള്ളതാണ്. ഇതിനെ മറികടന്ന് പാർട്ടിക്ക് വരാനുള്ള കാലമുണ്ട്, സമയമുണ്ട്, സംഘടനാ ശേഷിയുണ്ട്, പ്രവർത്തകർ പാർട്ടി ലോയലായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പാർട്ടിയിലെ നേതാക്കളും അണികളും തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നതാണ് എന്റെ വിശ്വാസം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പലരോടും കടക്കപ്പുറത്ത് എന്ന് ആജ്ഞാപിച്ച നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നും ഹജൂർ കച്ചേരിയിൽ നിന്നും സ്വയം പടിയിറങ്ങുന്ന, നാണം കെട്ട് തലകുനിച്ച് പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ CPM-ലെ സഖാക്കൾക്ക് വയ്ക്കാം. EMS നമ്പൂരിപ്പാട് രാജിവെച്ച് പോയിട്ടില്ലേ, EK നായനാർ പോയിട്ടില്ലേ, VS അച്യുതാനന്ദൻ പോയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പോകാത്ത രീതിയിലുള്ളൊരു പോക്കാണ് നമ്മുടെ കാരണഭൂതൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനദ്രോഹത്തിൽ റെക്കോർഡ് സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. തീർത്തും കഴിവുകെട്ട മന്ത്രിമാരും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച മന്ത്രിസഭയാണ്. കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ മുഴുവനും കളിക്കളത്തിലിറക്കാതെ പുറത്ത് ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് കളി നിയന്ത്രിച്ചത്. മുഖ്യനാണെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും നടുവൊന്നും വളഞ്ഞതും കൂട്ടാക്കേണ്ട, കൈ അല്പം ചുളുങ്ങിയതും കൂട്ടാക്കേണ്ട, കാലുറക്കാത്തതും കൂട്ടാക്കേണ്ട, ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞ് അംഗത്തട്ടിൽ ചാടി ഇറങ്ങിയ ആളാണ് പുള്ളി. ഞാനും എൻ്റെ മരുമോനും പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മാത്രം മതി, ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് യോഗത്തിനിടയ്ക്ക് ഒരു സംശയം ചോദിക്കാൻ മുതിർന്ന പാർട്ടി പ്രവർത്തകനോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ജനം തീരുമാനിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം സഹിച്ച പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏറ്റവും ക്രൂരനായ രക്തദാഹിയായ മുഖ്യമന്ത്രി പടിയിറങ്ങുന്ന ദിവസവും പ്രത്യേകതയുള്ളതാണ്. മെയ് 4 2012 ഇതേ ദിവസമാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഒഞ്ചിയത്ത് പാർട്ടി സഖാക്കൾ, പാർട്ടി കൂലിക്കെടുത്ത വാടക കൊലയാളികൾ വെട്ടി കൊലപ്പെടുത്തിയത്. അന്ന് മണ്ണിൽ ചെതറിയ ചന്ദ്രശേഖരൻ്റെ ചോര, അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അത് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. ആ ദിവസം സമാഗതമായിരിക്കും. TPയുടെ സഹധർമ്മിണി KK രമ ഒഞ്ചിയമടങ്ങുന്ന വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. അതേ സമയത്ത് ഇടതുമുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയും പരാജയത്തിൻ്റെ കയ്പ് കുടിക്കുന്നു. വികാരത്തെ നിയന്ത്രിക്കൂ ധർമ്മ. ആത്മവിശ്വാസം കൈവിടരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.